എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രണ്ട് അനിയന്മാരോടും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഗംഗാധരൻ പറയുന്നുണ്ട്. വൈജയുടെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ വേണം നമ്മൾ സപ്പോർട്ട് കൊടുക്കാൻ എന്നൊക്കെ പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ മിക്കവാറും ഡിവോഴ്സിന് പോകും എന്ന നേരം ഗംഗാധരൻ പറയുന്നുണ്ട് അതിന് ഇത്തിരിയെങ്കിലും സമയം വേണമല്ലോ, അവൾ അവിടെ നിന്ന് എഴുന്നേക്കട്ടെ, അത്രയും സമയം നമുക്ക് കിട്ടും. ഏതായാലും കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിച്ചോണം. അച്ഛനും അമ്മയും കൂടി വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവർ ഏതെങ്കിലും ഒരു സൈഡിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കും. അവർ ഇപ്പോൾ പല ചതിക്കുഴികളിലും പോയി വീഴാവുന്ന പ്രായമാണ്. ചിലപ്പോൾ മയക്കുമരുന്നാകാം, ചിലപ്പോൾ പ്രേമവും കാമവും ഒക്കെ ആകാം. അതുകൊണ്ട് കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിച്ചോണം എന്ന് പറയും. അതുപോലെ ശിവനോട് പറയുന്നുണ്ട് നീ ആ കുട്ടികളെ വീട്ടിലോട്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടുന്ന സമയത്ത് അമ്മയെ കൂടി അങ്ങോട്ട് കൊണ്ടുവിട്ടേക്കണം, അമ്മയെ നല്ല രീതിയിൽ അലീനെ നോക്കിക്കോളും എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അലീന അല്ലെങ്കിലും അമ്മയെ നന്നായിട്ട് നോക്കും, അവൾക്ക് അമ്മയെ ഭയങ്കര കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം രാജീവൻ ഇതെല്ലാം കേട്ടുന്നിട്ട് ചോദിക്കുവാണ് ശരിക്കും എവിടെയാണ് തെറ്റുപറ്റിയത്, നമുക്കാണോ തെറ്റുപറ്റിയത് അതോ അലീനയ്ക്കാണോ അതോ അല്ലെങ്കിൽ അച്ഛനും രാവണിയമ്മാവനും ഒക്കെയാണോ, ആർക്കാണ് തെറ്റുപറ്റിയത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയും. അന്നേരം ഗംഗാധരൻ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല കേട്ടോ, കഴിഞ്ഞു പോയ കാര്യമല്ലേ. എന്തായാലും കുറച്ച് നേരം ആലോചിച്ചിട്ട് ഗംഗാധരൻ പറയുന്നുണ്ട് ഏതായാലും ഞാൻ പോവാണ്, പോയാലും തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല, ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് പോയതിനു ശേഷം തിരിച്ചു വരും, ഇപ്പം ഞാൻ അമ്മയെ കണ്ടിട്ട് യാത്ര പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ശിവൻ പറയുന്നുണ്ട് ഗംഗേട്ടൻ ഇടയ്ക്ക് വരണം, ഗംഗേട്ടൻ വന്നില്ല എങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും സോൾവ് ആകില്ല, വരണം കേട്ടോ എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഏതായാലും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗംഗാധരൻ. എന്നിട്ട് മുത്തശ്ശിയുടെ യാത്ര പറയുമ്പോൾ മുത്തശ്ശിക്ക് ആകെ വിഷമാണ്. മുത്തശ്ശി പറയുന്നുണ്ട് നീ വന്നിട്ട് കുറച്ച് ദിവസം ആയെങ്കിലും ഇന്നലെ വന്നതുപോലെ തോന്നുവാണ്, പെട്ടെന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോയല്ലേ എന്നിങ്ങനെ പറയുക. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് അമ്മ ഞാൻ പോയാലും ഇടയ്ക്ക് വരും, വരാതിരിക്കാൻ പറ്റിയല്ലോ, ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ വരണം, നീ വന്നാലും ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരുള്ളൂ, നീ ഒന്ന് ഓർത്ത് നോക്കി അന്ന് നീ വന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ ഇവന്മാർ ഒപ്പിച്ച് വെച്ചേനെ എന്ന്, അതുകൊണ്ട് മോനെ നീ വന്നം കേട്ടോ എന്ന് പറയും. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് അമ്മ വൈജയന്തി ആ ആശുപത്രി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾ പല തീരുമാനങ്ങളും എടുക്കും, മിക്കവാറും സംസാരിക്കാറായിട്ടുണ്ടെങ്കിൽ അവൾ ബാലേന്ദ്രനോട് വഴക്കിന് ചെല്ലും, അമ്മ അവളെ പറഞ്ഞ് തണുപ്പിക്കണം, ഇതൊന്നും ശരിയല്ല, ബാലേന്ദ്രൻ്റെ തലയിൽ കുതിര കയറാനുള്ള അർഹത അവൾക്കില്ല എന്നുള്ള കാര്യം അമ്മ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. പിന്നെ അവൾക്ക് ഈഗോ കൂടുതലുള്ളതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും അവൾ തീരുമാനങ്ങൾ എടുത്തേക്കാം, ചിലപ്പോൾ ഡിവോഴ്സിന് വരെ അവൾ പോയേക്കാം, എങ്ങനെയൊക്കെ ആണെങ്കിലും അമ്മ അവളെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ച് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് കൂടെ നിന്നേക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ ഞാൻ നോക്കാം, എന്താവുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ഏതായാലും ഗംഗാധരൻ മുത്തശ്ശിയോടും യാത്ര പറഞ്ഞ് മുത്തശ്ശിക്ക് നെറുകിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോരുന്നത്. മുത്തശ്ശിക്ക് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഗംഗാധരൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ശിവൻ മിക്കവാറും അമ്മയെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടുമായിരിക്കും, അപ്പോൾ അമ്മ അങ്ങോട്ട് പോയിക്കോളും കേട്ടോ, അലീന അമ്മ നന്നായിട്ട് നോക്കിക്കോളും എന്ന് പറയുമ്പോൾ അവൾ ഇനി എന്നെ നോക്കോടാ, നേരത്തെ പോലെയാണോ, ബാലേന്ദ്രൻ്റെ മകളല്ലേ അവൾ എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് അലീനയ്ക്ക് അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല, അമ്മ അത് നോർത്ത് വിഷമിക്കണ്ട എന്ന്. ഏതായാലും ഗംഗാധരൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. മനുവിൻ്റെ വണ്ടിയിലാട്ടോ രണ്ടുപേരോട് പോരുന്നത്. രാജീവനും ശിവനൊക്കെ ടാറ്റയൊക്കെ കൊടുത്ത് ബൈക്കൊക്കെ പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പോരുവാണ്. നേരെ അങ്ങ് കടപ്പാട്ടൂരിലേക്ക് എത്തുന്നു. വണ്ടിയിൽ നിന്ന് മനു ഇറങ്ങുന്നതേക്കും ഗംഗാധരനൊരു ഫോൺ വന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനു കോളിംഗ് ബെൽ അടിക്കുന്നു. വന്ന് വാതിൽ തുറക്കുന്നത് അലീനയാണ്. ഒരു പുഞ്ചിരി രണ്ടുപേരും പരസ്പരം സമ്മാനിക്കുന്നു. അപ്പോഴത്തേക്കും ഗംഗാധരൻ കയറി വരും. ഗംഗാധരൻ പറയുന്നുണ്ട് അലീനെ ഞാനിന്ന് പോവാട്ടോ എന്ന്. എന്നിട്ട് ബാലേന്ദ്രൻ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ മുകളിലുണ്ട് എന്ന് പറയും. അന്നേരം ഗംഗാധരൻ ചോദിക്കും അയാൾ ഇതുവരെ താഴോട്ട് വന്നില്ലേ എന്ന്. അന്നേരം ഇല്ല, ആ റൂം ഒരാൾക്ക് വേണ്ടി ഒഴിച്ചിട്ടേക്കുന്നതാണ് എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട് ആ റൂമിൽ നിന്ന് ആരാണോ പോയത് അയാൾക്ക് വേണ്ടി തന്നെയാണ് എന്ന് പറയുമ്പോൾ റൂം മാത്രം മതിയോ, മനസ്സിലൊരു സ്ഥാനം കൂടി വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് കൃഷ്ണമോളും വരും. അന്നേരം നീ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പ്രൊജക്ട് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്യുമായിരുന്നു എന്ന് പറയും. ഞാനിന്ന് പോകും കേട്ടോ എന്നൊക്കെ കൃഷ്ണമോളോടും പറയുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രനെ കാണാനായിട്ട് ഗംഗാധരൻ അങ്ങോട്ട് പോകും. പോയി കഴിയുമ്പോൾ മനു കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടെ, സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് അലീനയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അലീന ചായ വേണമല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. അന്നേരം മനു വേണം എന്നുള്ള രീതിയിൽ തലയാട്ടുന്നു. അലീന ചായ എടുക്കാനായിട്ട് അങ്ങ് പോവാണ്. അലീന അങ്ങോട്ട് പോയി കഴിയുമ്പം കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് എടി നിനക്ക് എങ്ങനെയുണ്ട് ഇവിടെ, വല്ലവരൊക്കെ മിസ് ചെയ്യാറുണ്ടോ, വിഷമം തോന്നാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിസ് ചെയ്യാറൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല, സമാധാനമാണ്, എനിക്ക് ആരോടും ദേഷ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു എന്ന് പറയും. എന്നായിരുന്നു പഠിക്കുക എന്ന് പറഞ്ഞിട്ട് മനു നേരെ അലീനയുടെ അടുത്തേക്ക് പോകാം കേട്ടോ. അന്നേരം കൃഷ്ണമോൾ അമ്മയെ കുറിച്ച് ഓർത്തുകൊണ്ടായിരിക്കും മുഖത്ത് ചെറിയ സങ്കടമൊക്കെ വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് പിന്നെ പഠിക്കാനായിട്ട് അങ്ങ് പോവാണ്. പിന്നെ കാണിക്കുന്നത് അലീനയും മനു ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുന്നതാണ്. അലീന ചായ ഉണ്ടാക്കുന്നുണ്ട്, അതിങ്ങനെ നോക്കി ഭയങ്കര ഒരു ഇഷ്ടമാണ് കണ്ണുകളിലുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കി നിൽക്കുവാണ് മനു. അന്നേരം അലീന നോക്കി ഇതെന്താ മനുവിന് ഒന്നും മിണ്ടാതെ, കൊല്ലപ്പള്ളിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അവിടെ വിശേഷങ്ങളൊന്നുമില്ല, എല്ലാം ഒന്ന് ഒതുങ്ങി വരുന്നതേ ഉള്ളൂ, തീവ്രവാദികളൊക്കെ അത്യാവശ്യം ഒന്ന് ഒതുങ്ങി എന്ന് പറയുമ്പോൾ തീവ്രവാദികളോ എന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട് പിന്നല്ലാണ്ട് എൻ്റെ കൊച്ചനും അച്ഛനും ഒക്കെ തീവ്രവാദികളല്ലായിരുന്നോ, ഇപ്പോഴല്ലേ മിതവാദികളായത് എന്നിങ്ങനെ പറയുമ്പോൾ അത് ഞാൻ പെങ്ങളുടെ മകളാണ് എന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അന്നേരം മനു പറയുന്നുണ്ട് അറിയാത്ത വേറെയും കുറേ ആൾക്കാരുണ്ട്, ഹരി, ബബിത, രോഹിത്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൂടിയുണ്ട്, അവർ ഇനിയും സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അലീന ചായയൊക്കെ എടുക്കുന്നു. അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മനു. ചായ എടുത്ത് മനുവിൻ്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കും. അത് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പം അലീന ചോദിക്കുവാണ് എന്താ മനുവേട്ടൻ ഇങ്ങോട്ട് വരാണ്ടിരുന്നത്, 3-4 ദിവസം ആയാലോ വന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ അയ്യോടി ഞാൻ വന്നില്ലെങ്കിൽ അന്നേരെ വിഷമം തോന്നുന്ന ഒരാൾ, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അന്നേരെ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യും, ഒരു മിസ് കോൾ പോലും വരില്ല, എന്നിട്ടാണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇടയ്ക്ക് മനുവേട്ടനെ കുറിച്ച് ഓർക്കാറൊക്കെ ഉണ്ട് എന്ന് പറയും. അന്നേരം ഓർക്കാറുണ്ട് സത്യമായിട്ടും എന്നിങ്ങനെ എടുത്തു നോക്കുമ്പോൾ പിന്നല്ലാണ്ട് ഒരു ദിവസം 3-4 തവണയെങ്കിലും ഞാൻ മനുവേട്ടനെ കുറിച്ച് ഓർക്കാറുണ്ട് എന്ന് പറയുമ്പോൾ മനു ചോദിക്കുവാണ് കാണാൻ തോന്നാറുണ്ടോ എന്ന്. എന്തെങ്കിലും ഒരു ചെറിയ നാണമൊക്കെ വരുന്നുണ്ട് അലീനയ്ക്ക്. അലീന ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. അന്നേരം മനു ആ കൈകളിങ്ങനെ കയ്യിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ ചേർത്തിങ്ങനെ കോർത്തിങ്ങനെ പിടിച്ചിങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം ഭയങ്കര നാണമൊക്കെ വരുന്നുണ്ട് അലീനയ്ക്ക്. അലീന പറയുവാണ് ഇഷ്ടമാണ് പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. മനു അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്കും കറക്റ്റ് കട്ടുറുമ്പായിട്ട് കൃഷ്ണമോൾ വരും. കൃഷ്ണമോൾ കാണുന്നെങ്കിൽ രണ്ടെണ്ണോടെ കൈയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ചമ്മി നിൽക്കുവാണ്. അന്നേരം കൃഷ്ണമോൾ പയ്യാത്തോട്ട് കയറി വന്നിട്ട് മനുവിൻ്റെ ഷോൾഡറിൽ ഒരു തട്ടൊക്കെ തട്ടിയിട്ട് ചോദിക്കുവാണ് അതെ എൻ്റെ ഈ അലീന ചേച്ചിയെ അങ്ങ് കൊല്ലപ്പള്ളിക്ക് തട്ടിക്കൊണ്ട് പോകാം എന്ന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടക്കുകയില്ല കേട്ടോ എന്ന്. അന്നേരം മനു അയ്യോടി അത് നീയാണ് തീരുമാനിക്കുന്നത്, നീ നിന്റെ കാര്യം നോക്കുക എന്ന് പറയുമ്പോൾ അത് ഞാനാ തീരുമാനിക്കുന്നത് എന്ന് പറയും. എന്തൊക്കെയും അലീന വേണ്ടാട്ടോ എന്ന് പറയുന്നുണ്ട് കൃഷ്ണമോളോട്.
കൃഷ്ണമോളോട്. അങ്ങനെ കൃഷ്ണമോൾ രണ്ടുപേരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുന്നു. രണ്ടെണ്ണം നന്നായിട്ട് ചമ്മിങ്ങനെ നിൽക്കുവാണ്. പരസ്പരം അവർ നോക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് നല്ല ചമ്മലുണ്ട്. കാണാൻ നല്ല രസമുണ്ട് ആ സീനൊക്കെ. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയും ഗംഗാധരനെയാണ്. ഗംഗാധരൻ ബാലേന്ദ്രനെ കുറെ ഉപദേശിക്കുന്നുണ്ട്. കാരണം ഇനി മനസ്സിലിങ്ങനെ വൈരാഗ്യം കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല, അതെല്ലാം മാറ്റി വെക്കണം, അതുകൊണ്ട് കാര്യമൊന്നുമില്ല, കുടുംബത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഏതായാലും ഉപദേശമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഉപദേശമൊക്കെ നടത്തേണ്ടത് എൻ്റെ അടുത്തല്ലായിരുന്നു, പെങ്ങളുടെ അടുത്തായിരുന്നു എന്നിങ്ങനെ പറയുമ്പം അതെനിക്ക് മനസ്സിലായി. ഞാൻ അവളോട് സംസാരിക്കുന്നുണ്ട്. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയം കൊണ്ട്, അത്രയും സമയം കൊണ്ട് അവളെ പറഞ്ഞ് തിരുത്തി അവളുടെ ആ മനസ്സൊക്കെ ഒന്ന് മാറ്റി ബാലേന്ദ്രനോട് ഒത്തുപോകാവുന്ന രീതിയിലാക്കാൻ ഞങ്ങൾ എല്ലാവരും ശ്രമിക്കും. അതുപോലെ തന്നെ ബാലേന്ദ്രനും ഇതെല്ലാം മറക്കണം, ക്ഷമിക്കണം, അതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പെങ്ങളാണെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഹിമാലയത്തിൻ്റെ മുകളിൽ ഹുങ്കിൻ്റെ കൊടിയും പാർച്ച് നിൽക്കുവാണ്. ഇനി ആർക്കെങ്കിലും എന്നോട് ക്ഷമിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ അഹങ്കാരത്തിൻ്റെ മല കയറി ചെന്ന് അവളെ കാല് പിടിച്ച് നമ്മൾ അങ്ങോട്ട് ക്ഷമ കൊടുക്കണം എന്ന രീതിയാണ് സ്വന്തം പെങ്ങൾക്ക്. അപ്പോൾ ഞാനത് അനുവദിച്ച് കൊടുക്കണോ എന്ന് ചോദിക്കും. അന്നേരം ഗംഗാധരൻ വാക്കുകളില്ല, കാരണം സ്വന്തം പെങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനായിട്ട് നിങ്ങളുടെ പെങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പോകുന്നില്ല, പക്ഷേ അവളെ ഞാൻ ശരിക്കും മര്യാദ പഠിപ്പിക്കും, അവളുടെ അഹങ്കാരവും ഹുങ്കും ഒന്ന് കുറയുന്നത് എനിക്ക് കാണണം എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് ഗംഗാധരനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പെങ്ങൾ അവിടുന്ന് എഴുന്നേറ്റാൽ ആ നിമിഷം ഫാമിലി കോർട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, വിവാഹമോചനം നേടാനായിട്ട്. അവൾ അങ്ങനെ പോയി കഴിയുമ്പം സാക്ഷി പറയാനായിട്ട് 3 ആങ്ങളമാരും വേണമെങ്കിൽ അമ്മയും കൂട്ടിക്കോ, എല്ലാവരും കൂടി അങ്ങ് വന്നേക്കണം. എനിക്ക് ഒരൊറ്റ സാക്ഷിയെ കാണുള്ളൂ, അലീന. അവളുമായിട്ട് ഞാനും അങ്ങോട്ട് വന്നോളാം, അവിടെ വെച്ച് ഞാൻ അവളെ തൊലി ഉരിച്ചോളാം എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രന് ഇത്രത്തോളം വൈരാഗ്യം ഉണ്ടായിരുന്നു അവളോട് എന്ന്. അന്നേരം ഉണ്ട്, എൻ്റെ വൈരാഗ്യം നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ്. ബാലേന്ദ്രൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അവളിങ്ങ് വരട്ടെ, അവളെ ഏതൊക്കെ രീതിയിൽ പ്രകോപിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവളുടെ കുങ്കിറക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, വെറുതെ കുടുംബത്തിലെ സമാധാനം കളയാമെന്നേ ഉള്ളൂ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം കോഞ്ഞാട്ടെ ആക്കിയിട്ട് എന്നെ ഉപദേശിക്കുന്നു. ആദ്യം നിങ്ങൾ ഈ ഉപദേശമൊക്കെ സ്വന്തം പെങ്ങളുടെ അടുത്ത് പോയി കൊടുത്താൽ മതി. എങ്ങനെ പിറന്നു കേണല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സാധനം എന്നിങ്ങനെ ഭയങ്കര പുച്ഛത്തോടെ ചോദിക്കുവാണ് ബാലേന്ദ്രൻ. അന്നേരം ഗംഗാധരൻ പറയാൻ ഒന്നുമില്ല, കാരണം പെങ്ങൾ എന്താണ് എന്ന് ഗംഗാധരൻ നന്നായിട്ട് അറിയാലോ. എന്നിട്ട് ഗംഗാധരൻ പറയുന്നുണ്ട്, ഏതായാലും ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, അതുപോലെ ഞാൻ വൈജയന്തിയും കാണുന്നുണ്ട്, അവളോടും സംസാരിച്ചിട്ട് ഞാൻ പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് ബാലേന്ദ്രൻ പറയുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കൊക്കെ വരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ഇറങ്ങുവാന്ന് പറയുമ്പോൾ ഇപ്പോൾ പൊയ്ക്കോ, പെങ്ങൾ തന്നെ വിളിച്ച് വരുത്തിക്കോളും എന്നും പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. ഗംഗാധരൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന താഴെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, കഴിച്ചിട്ട് പോയാൽ മതി, സ്വന്തം പെങ്ങളുടെ മകളാണ് എന്നുള്ള കാര്യം മറക്കണ്ട എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ വൈജയന്തി ഉപദേശിക്കാം, അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാമെന്ന്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? അവൾക്ക് എന്നോട് മല്ലടിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം അവളുടെ ഭർത്താവ് എന്ന പദവി ഞാനങ്ങ് ഉപേക്ഷിക്കുമെന്ന് പറയുമ്പോൾ അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട്. പ്രമോയിൽ ഗംഗാധരൻ ഈ കാര്യങ്ങളൊക്കെ മനുവിനോട് പറയുന്നു. മനു ആകെ കൺഫ്യൂഷനായി വിഷമിച്ച് നിൽക്കുന്നു. പിന്നെ ഗംഗാധരൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ബാലേന്ദ്രൻ പോകുന്നുണ്ട്. ഏതായാലും വൈജയന്തി കാണുന്നില്ലേ എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ കാപട്യത്തിൻ്റെ മുഖംമൂടിയാണ് ഞാൻ അകത്ത് കിടക്കുന്ന ആ സ്ത്രീയെ കാണാൻ വേണ്ടിയല്ല ഞാൻ വരുന്നത് എന്നൊക്കെ ബാലേന്ദ്രൻ കടുപ്പിച്ചങ്ങ് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മനുവിനെയും അലീനയും ഒക്കെ കാണിക്കുന്നുണ്ട്. മനുവിനോട് അലീന പറയുവാണ്, എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു, പക്ഷേ ഞാൻ ആരാണോ അറിയണമെന്ന് ആഗ്രഹിച്ചത് അയാൾ മാത്രം അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വൈജയന്തി അറിഞ്ഞില്ലല്ലോ, അതിലൊരു സങ്കടം ഉണ്ടായാലും എനിക്ക് അങ്ങനെ അറിഞ്ഞായിരുന്നെങ്കിൽ അമ്മയായിട്ട് കണ്ട് സ്നേഹിക്കായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തായിരിക്കാം. ഏതായാലും മനു പറയുന്നുണ്ട്, ഈ ദ്രോഹം മൊത്തം ചെയ്ത് സ്വന്തം മോളോടാണ് എന്ന് ആൻറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്ക് അത് സഹിക്കാനും കഴിയില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ ഇന്നായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.